ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി അടിപൊളിയായിട്ടുള്ള ചിക്കൻ മന്തിയാണ്. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായി കാണാം. ആദ്യം തന്നെ ഇതാ ഒരു 10-15 തണ്ട് മല്ലിയിലയും 2 ക്യാപ്സിക്കവും ചെറുങ്ങനെ കട്ടാക്കി വെക്കുക. അതിനായിട്ട് ഇതാ 1 കിലോന് അധികം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും മല്ലിയിലയും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ 2 ക്യൂബ്സ് ഉണ്ടാവും, അത് രണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നില്ലേ മന്തി റെഡിയാക്കുന്ന പാത്രത്തിൽ തന്നെയാണ് ആക്കേണ്ടത്. അത് ഞാൻ ഓർമ്മയില്ലാണ്ട് കിണ്ണത്തിലാക്കിപ്പോയതാണ്, അതിപ്പോൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുത്തിന്, പക്ഷേ ആ ടൈം ക്യാമറ ഓൺ ആയിട്ടില്ല. പിന്നെ ഇതാ ഇതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായി മിക്സാക്കിയിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഇതാ അരി സോക്ക് ചെയ്യാൻ വെക്കലാണ്. അതിനായിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 3 ഗ്ലാസ് അരിയുണ്ട്. ഇത് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വെക്കലാണ്. അതിൻ്റെ കൂടെ തന്നെ 2 ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കന് സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. അതാവുമ്പോഴേക്കും അരി വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസും ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും നേരത്തെ എടുത്തു വെച്ച് 2 ഡ്രൈ ലെമണും ഇട്ടിട്ട് വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അത് വേവിക്കാൻ വെക്കാം. ഇത് വേവുമ്പോഴേക്ക് ഇതാ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് ചിക്കനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ചിക്കൻ ആയിട്ടുണ്ട്. അതിൽ നിന്ന് അധികം വന്ന ഓയിൽ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ചോറിലേക്ക് ആവശ്യമുണ്ട്. ഇതെല്ലാം ആകുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. വെള്ളം വാർന്നതിനാൽ നമ്മൾ ചിക്കനിലേക്ക് ഈ ചോറിട്ട് കൊടുക്കാം. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും, എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ്റെ ഓയിലില്ലേ അത് ഒഴിച്ചെടുക്കുക. പിന്നെ ഒരു 5 പച്ചമുളക് കുത്തി കൊടുക്കാം. പിന്നെ ഡ്രൈ ലെമണും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിനി, അതും കുത്തി കൊടുക്കുക. അതിന് നടുക്കായിട്ട് ഒരു പാത്രത്തിൽ ചാർക്കോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് പുകയിച്ചെടുക്കാം. വേണ്ടവർ ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി. ചില ആൾക്കാർ ഇത് ചെയ്യാണ്ട് ഉണ്ടാക്കലുണ്ട്. കുറച്ച് ടൈം ദമ്മ് ചെയ്തെടുക്കാം. പിന്നെ ഇതാ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഈസി റെസിപ്പിയാണ്. വീട്ടിൽ വിരുന്നാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അടിപൊളി ടേസ്റ്റുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അടുത്ത റെസിപ്പീസായി ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്.